പിന്നെയും ഏകപരിശുദ്ധനായ ദൈവത്തിന് വന്ദനങ്ങൾ, സ്തോത്രങ്ങൾ, സ്തുതികൾ അർപ്പിക്കുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും ഇതുവരെ അധ്യക്ഷത വഹിച്ച നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്ന കർത്താവിന്റെ ദാസന്മാർ ഉൾപ്പെടെ ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രിയിലും കർത്താവിന്റെ പാദങ്ങളിൽ തിരുവെഴുത്തുകളുടെ മുമ്പിലായിരിക്കാൻ, വെളിപ്പാട് പുസ്തകവുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഏർപ്പെടുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് ചിന്തിക്കുകയായിരുന്നുവല്ലോ. പ്രത്യേകിച്ച് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ മറ്റു ചോദ്യങ്ങളൊന്നുമില്ല എന്ന നിലയിലാണത് അവസാനിപ്പിച്ചത്. എങ്കിൽ കൂടെ 8-ാം വാക്യവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് 9-10 വാക്യങ്ങളിലേക്ക് ഇന്ന് തിരിയാം. ഒന്നുമില്ലെന്ന് മനസ്സിലാക്കട്ടെ. 9-10 വാക്യങ്ങൾ 8 ചേർത്തങ്ങ് വായിച്ചോളൂ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് 9-ഉം 10-ഉം ആയിരിക്കും. 8, 9, 10 വായിക്കാം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. സ്തോത്രം. നമ്മൾ കണ്ടല്ലോ 8-ാമത്തെ വാക്യത്തിൽ എതിർ ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത, രക്ഷിക്കപ്പെടാത്ത, നിത്യ നാശത്തിലേക്ക് പോകുന്നവർ മാത്രമായിരിക്കും എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കുന്നത്, എതിർ ക്രിസ്തുവിനെ ആരാധിക്കുന്നത് എന്ന് 8-ാം വാക്യം വ്യക്തമാക്കുന്നല്ലോ. ജീവൻ പോയാലും രക്ഷിക്കപ്പെട്ടവർ എതിർ ക്രിസ്തുവിനെ ആരാധിക്കുക ഇല്ല എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. ജീവൻ പോയാലും. അതേ സംബന്ധിച്ചും നമ്മൾ കണ്ടു, എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തായാലും സാത്താന്യമായ വാഴ്ചകളോ അത്ഭുതങ്ങളോ കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം രക്ഷിക്കപ്പെടാത്തവരുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആ ഭാഗം അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രയോഗമാണ്. പ്രത്യേകിച്ച് ഓർമ്മ കാണുമല്ലോ, ആ പ്രയോഗം എവിടെയാണ് നാം കൂടുതലായും കേട്ടത്, കണ്ടത്? സഭയോട്, 7 സഭകളോടുള്ള ബന്ധത്തിൽ 2-ഉം 3-ഉം അധ്യായങ്ങളിൽ. എന്നാൽ അവിടെയും ഇവിടെയും തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? ആത്മാവ് പറയുന്ന കാര്യം അവിടെ. അതെ, ഇവിടെയോ? ഇവിടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. മറ്റിടത്ത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്ന ഒരു പ്രയോഗം കൂടുതലായി കാണുന്നു. ഇവിടെ ആ പ്രയോഗം ഇല്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നേ ഉള്ളൂ. അതിൽ നിന്നും ചില പഠിതാക്കൾ, വേദപഠിതാക്കൾ മനസ്സിലാക്കുന്നത് സഭകൾ
എന്നിവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇതിനോടകം സഭ എടുക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. സഭയുടെ മഹാപീഡനത്തിന് മുമ്പുള്ള ഉൽപ്രാവണത്തിന് വേണ്ടി ഒരു ചെറിയ തെളിവ് ഇത് വെച്ച് തെളിയിക്കാൻ നോക്കത്തില്ല. എന്നാൽ മറ്റു കാര്യങ്ങളോടനുബന്ധിച്ച് ഇതും കൂടെ ഒന്നിന്റെ കൂടെ ഒരു തള്ളെന്ന് പറയുന്നത് പോലെ. മറ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ വ്യത്യസ്തമായി എടുത്ത് പഠിച്ചു, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ 9-ാമത്തെ വാക്യം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രം പറയുന്നത് കൊണ്ട് സാധാരണ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ 2-3 അധ്യായങ്ങളിൽ കാണുന്ന സഭകളോടെന്ന പ്രയോഗമില്ലാത്തത് കൊണ്ട് ഈ സമയങ്ങളിൽ സഭ ഭൂമിയിൽ ഇല്ലായിരിക്കും, എടുക്കപ്പെട്ട് കഴിയും, ഉൽപ്രാവണം നടന്നു കഴിയും എന്ന ഒരു അനുമാനം ഇവിടെ നിന്നും നമുക്ക് സ്വീകരിക്കാം. ബാക്കി ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നതിന്റെ അർത്ഥവും നമ്മൾ വെളിപ്പാട് 2-3 അധ്യായങ്ങളിൽ നിന്നും പഠിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പിന്നെ ഇവിടെ പറയുന്നത് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഈ എതിർക്രിസ്തുവിന്റെ ഇങ്ങനെയുള്ള ഭീകരമായ ഭരണത്തിന് മുമ്പിൽ സാത്താൻ അവനിൽ കുടികേറി സാത്താന്റെ ആവാസസ്ഥാനമായി എതിർക്രിസ്തു മാറിക്കഴിഞ്ഞിട്ട് അവൻ ഏറെ ക്രൂരനായിട്ട് ഇടപെടുന്ന ഭരിക്കുന്ന ഈ സമയത്ത് അന്നും വിശുദ്ധന്മാരുണ്ട് എന്നുള്ളതാണ് നാം അവിടെ കാണുന്നത്. എന്നാൽ ആ വിശുദ്ധന്മാർ ആരല്ലത്രേ? ദൈവസഭയല്ല, എന്നാൽ മഹാപീഡനകാല വിശുദ്ധന്മാരാണ്. മഹാപീഡനകാല വിശുദ്ധന്മാരെ പറ്റിയും നമ്മൾ കണ്ടു കഴിഞ്ഞു. യഹൂദന്മാരിൽ നിന്നും യഹൂദേതരരിൽ നിന്നും, both from Jews and non-Jews, there will be a manifold, maybe innumerable tribulation saints. മഹാപീഡനകാല വിശുദ്ധന്മാരായി അന്ന് യഹൂദന്മാരിൽ നിന്നും യഹൂദന്മാരല്ലാത്തവരിൽ നിന്നും ധാരാളം വിശുദ്ധന്മാർ അക്കാലത്തുണ്ടായിരിക്കും. അവരെയാണ് ഇവിടെ വിശുദ്ധന്മാർ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്, അതല്ലാതെ ദൈവസഭയെ അല്ല. അതിന് കാരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ. ദൈവസഭ ഇതിനോടകം മഹാപീഡനത്തിന്റെ തുടക്കത്തിന് മുമ്പ് തന്നെ കർത്താവിന്റെ വരവ് മേഘങ്ങളിൽ സംഭവിക്കുകയും ദൈവസഭ എടുക്കപ്പെടുകയും ചെയ്യും. ദൈവസഭ മഹാപീഡനത്തിലൂടെ കടന്നു പോവുകയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച തെളിവുകൾ നമ്മൾ ഇതിനു മുമ്പ് പ്രത്യേകമായി പഠിച്ചു, അതുകൊണ്ട് അതും ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അക്കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഏക ആയുധമെന്ന് പറയുന്നത് എന്താണ്? സഹിഷ്ണുതയും വിശ്വാസവും. സഹിഷ്ണുത 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്ന് സഹിഷ്ണുതയെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഹുപാമുനെ എന്ന ഒരു മൂലപദത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. കടിച്ചു പിടിച്ച് സഹിച്ചു പോകുന്ന അവസ്ഥയല്ല സഹിഷ്ണുത. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. പകരം ആ സാഹചര്യത്തെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുകയും അതിനെ
പ്രത്യാശ കൊണ്ട് അതിജീവിച്ച് ആ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ മേൽ ജയാളികളായി പുറത്തു വരികയും ചെയ്യുന്ന അവസ്ഥയാണ്. Enduring the situations joyfully and emerging victorious overcomers over those issues finally. സന്തോഷത്തോടെ ആ സാഹചര്യങ്ങളെ സഹിക്കുക, എന്നിട്ട് അതിൽ നിന്നും ഒളിച്ചോടാതെ അതിൽ തന്നെ നിലനിന്നിട്ട് ആത്യന്തികമായും ജയാളികളായി പുറത്തു വരിക. ആ സാഹചര്യത്തിന് കീഴ്പ്പെടാതെ ആ സാഹചര്യത്തെ കീഴ്പ്പെടുത്തുക. സ്തോത്രം. ക്രിസ്തു ചെയ്തതാണ് നമുക്കതിന് ഏറ്റവും നല്ല മാതൃക. എന്ത് ചെയ്തു ക്രിസ്തു? എങ്ങനെയാ ചെയ്തത്? നമുക്ക് പരിചയമുള്ള വാക്യമാ. എബ്രായർ 12:2. വിശ്വാസത്തിന്റെ പറയുകയോ വായിക്കുകയോ ചെയ്തു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്, അതാണ് ഇവിടെ പറയുന്ന വിശ്വാസം. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് എന്ത് ചെയ്തു? Endured cross. Endured the cross, and despising the shame, and is seated at the right hand of the throne of God. despising the shame. ക്രൂശിന്റെ അപമാനത്തെ അലക്ഷ്യമാക്കി, ക്രൂശിന്റെ കഷ്ടതയെ, വേദനയെ സഹിച്ചു. എന്നിട്ട് മഹിമയുടെ വലഭാഗത്തിരുന്നു. അതുകൂടാതെ സഹിഷ്ണുത ശരിയാകത്തില്ല. ഈ സഹിച്ചത് മാത്രമാണെങ്കിൽ അയ്യോ പൊത്തോ പറഞ്ഞുകൊണ്ട് സഹിക്കുക, വലിഞ്ഞ്. അത് നമ്മുടെ സഹിഷ്ണുത. ക്രിസ്തുവിന്റെ സഹിഷ്ണുത അതല്ല. അത് സന്തോഷത്തോടെയാണ് സഹിച്ചത്. എന്നിട്ട് മഹിമയുടെ വലഭാഗത്ത് യേശു ഇരുത്തപ്പെട്ടു. He was seated at the right hand of Throne the of glory. Throne Yeah. of God. Yes. ദൈവസിംഹാസനത്തിന്റെ, മഹിമയുടെ, ദൈവത്തിന്റെ ഒക്കെ നമുക്ക് പറയാം വലത്തു ഭാഗത്ത് ജയാളിയായി ഇരുത്തപ്പെട്ടു. അപ്പം ജയാളിയായി പുറത്തു വരിക, ഇവിടെയാണ് ഇതാണ് ക്രിസ്തീയ സഹിഷ്ണുത. അല്ലാതെ വെറുതെ പോംവഴിയില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും അങ്ങ് സഹിക്കുക എന്നുള്ളതല്ല. പണ്ട് മഹാത്മാഗാന്ധിയോട് ചോദിച്ചെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം ഇന്നത്തെ പോലെ AC കോച്ചൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ സ്ലീപ്പർ കോച്ചുകൾ അന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം യാത്ര ചെയ്യുമായിരുന്നത് സെക്കൻഡ് ക്ലാസ്സിലാണ്, ലോക്കൽ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചെന്നാണ് പറയുന്നത്, എന്താണ് മഹാത്മജി അങ്ങ് സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, തേർഡ് ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിനേക്കാൾ കുറഞ്ഞൊരു ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഉള്ളതിൽ കുറഞ്ഞൊരു ക്ലാസ്സിൽ അങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ. നേരെ തിരിച്ച് ചിലപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താ വേറെ ഒരു ഹയർ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഇതിലങ്ങ് പോകുന്നു, വേറൊരു പോംവഴി ഇല്ലാത്തത് കൊണ്ട് അങ്ങ് സഹിക്കുന്നു. ചില കുട്ടികൾ
പച്ചക്കറിയൊന്നും കൂട്ടത്തില്ല. എന്നും ചോദിക്കും, എന്തുണ്ട് മമ്മി? അപ്പം ഇന്ന് സാമ്പാറേ ഉള്ളൂ, അല്ലെങ്കിൽ പരിപ്പ് കറിയേ ഉള്ളൂ. ഓ വേണ്ട, വേണ്ടെങ്കിൽ അവിടെ ഇരിക്കും. പക്ഷെ വിശപ്പ് കലശലായി കഴിയുമ്പം വന്നിട്ട് എടുത്ത് കഴിക്കും. കഴിക്കുന്നത് വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് അതങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ, സന്തോഷത്തോടല്ല. ഇങ്ങനെയല്ല ക്രിസ്തീയ സഹിഷ്ണുത. പകരം സ്തോത്രം, സന്തോഷത്തോടെ ക്രൂശിന്റെ അപമാനത്തെ അലക്ഷ്യമാക്കി ആ ക്രൂശിന്റെ കഷ്ടതകളെ സഹിച്ചു. എന്നിട്ട് ജയാളിയായി പുറത്തു വന്നു. നമുക്കറിയാം, മരണത്തെ തോൽപ്പിച്ച്, ഓർമ്മയുണ്ടോ, 5-6 ശക്തികളെ എങ്കിലും യേശുക്രിസ്തു തോൽപ്പിച്ചതായി, ഉയർത്തെഴുന്നേൽപ്പിൽ തോൽപ്പിച്ചതായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറന്നിട്ടില്ലായിരിക്കും അല്ലെ? അത് മറന്നുപോയോ? ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കണം അല്ലേ? സാധാരണ നമ്മൾ പ്രസംഗങ്ങളിൽ കേൾക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ മറന്നുപോയേക്കാം. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒന്ന്, മരണത്തെ ജയിച്ചു. മരണം എന്ന പ്രാകൃതിക ശക്തിയെ, നാച്ചുറൽ പവറിനെ ജയിച്ചു. യെസ്. 2, ദ്രവത്വത്തെ ജയിച്ചു. ദ്രവത്വം എന്ന പ്രകൃതദത്തമായ ശക്തിയെ ജയിച്ചു. 3, സാത്താന്റെ ശക്തിയെ ജയിച്ചു. സാത്താനെ ജയിച്ചു. 4, റോമൻ സൈന്യത്തിന്റെ റോമൻ മിലിറ്ററി പവർ, സൈനിക ശക്തിയെ ജയിച്ചു. 5, യഹൂദ മതത്തിന്റെ ശക്തിയെ ജയിച്ചു. 6, ഇമ്പീരിയൽ മുദ്ര, റോമൻ മുദ്ര, റോമൻ ഗവൺമെന്റിന്റെ ശക്തിയെ ജയിച്ചു. വെരി ഗുഡ് ഓമന സിസ്റ്റർ. അപ്പം ഇങ്ങനെയുള്ള കുറഞ്ഞ പക്ഷം 6 ശക്തികളെ എങ്കിലും യേശു ജയിച്ചിട്ട്, സ്തോത്രം, മഹിമയുടെ വലഭാഗത്ത് അല്ലെങ്കിൽ ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് പോയിരുന്നു. സ്തോത്രം. ഗ്രാവിറ്റേഷണൽ പവർ, യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെയും ജയിച്ചിട്ടാ പോയത്. അപ്പൊ പ്രകൃതി ശക്തികളെ, സാത്താന്യ ശക്തികളെ, രാഷ്ട്രീയ ശക്തികളെ, മതശക്തികളെ, സൈനിക ശക്തികളെ ഒക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് യേശു ജയാളിയായിട്ട് പുറത്തു വന്നു. ഇതാണ് ഒരു വിശുദ്ധന്റെ സഹിഷ്ണുത. നാം സഹിക്കുന്ന ഏത് കഷ്ടതകളും ഞെങ്ങിഞ്ഞെരങ്ങിയല്ല, വേറെ പോംവഴി ഇല്ലാത്തത് കൊണ്ടല്ല, സന്തോഷത്തോടെ നമ്മെ തന്നെ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, സ്തോത്രം, ഒടുവിൽ ആ സാഹചര്യത്തെ നമ്മുടെ കാൽ കീഴിലാക്കി ജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് പുറത്തു വരുന്ന ഈ അനുഭവത്തിന്റെ പേരാണ് സഹിഷ്ണുത. സ്തോത്രം. ഇവിടെ ഏതാണ് പറയുന്നത്? ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യം. എതിർ ക്രിസ്തുവിന്റെ ഭീകരമായ താണ്ഡവം നടക്കുമ്പോൾ വിശുദ്ധന്മാർ അതിനെ അതിജീവിക്കണം, അതിന് കീഴ്പ്പെട്ടു പോകരുത്, അതിന് അടിപ്പെട്ടു പോകരുത്. മരണം സംഭവിച്ചാലും ആ സാഹചര്യത്തിന് കീഴ്പ്പെട്ടു പോകരുത്. യേശുക്രിസ്തുവിന് അതൊഴിവാക്കാനുള്ള വഴിയായിരുന്നു മരിക്കാതെ ക്രൂശിൽ നിന്നും ഇറങ്ങി വരിക. യേശു അത് തിരഞ്ഞെടുത്തില്ല. മരിച്ചു, പക്ഷെ ആ മരണവും എന്തായി? ആ സാഹചര്യത്തെ കീഴ്പ്പെടുത്തുന്നതായി മാറി. ഇവിടെയും ഭക്തന്മാർ, വിശുദ്ധന്മാർ എതിർ ക്രിസ്തുവിന്റെ ഭീകര പീഡകളിലൂടെ പോകുമ്പോൾ അത് ഒഴിവാക്കാൻ അവർക്ക് അനുരഞ്ജനം നടത്തിയാൽ മതി. 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ
എതിർ ക്രിസ്തുവിനെ ആരാധിച്ചാൽ മതി, നമസ്കരിച്ചാൽ മതി, കുമ്പിട്ടാൽ മതി. പക്ഷേ അവർ അതിന് വശംവദരാകാതെ സന്തോഷത്തോടെ കഷ്ടം സഹിക്കാനും മരണം വരിക്കാനും തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതാണ് സഹിഷ്ണുതയുടെ അർത്ഥം. സ്തോത്രം. ഇന്നും ഇത് പ്രസക്തമാണ്. ഈവൻ ടുഡേ ഇറ്റ് ഈസ് റെലവന്റ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ പലയിടങ്ങളിലും ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവമേൽക്കുന്നു, സമ്പത്തുകൾ അപഹരിക്കപ്പെടുന്നു, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. പക്ഷേ അതൊന്നും നഷ്ടമായി കണക്കാക്കാതെ, കഷ്ടമായി കണക്കാക്കാതെ, നിരാശപ്പെടാതെ സന്തോഷത്തോടെ സഹിക്കുകയാണ്. അവയെല്ലാം സന്തോഷത്തോടെ സഹിച്ച് മുൻപിൽ വച്ചിരിക്കുന്ന പ്രത്യാശയ്ക്ക് വേണ്ടി ജനം സമർപ്പിതരായിരിക്കുമ്പോൾ അവർ ആത്യന്തികമായും ആ സാഹചര്യത്തെ ജയിക്കുന്നവരായിത്തീരുന്നു. സ്തോത്രം. ജയിക്കുന്നവരായിത്തീരുന്നു. ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന പലരെയും നമ്മൾ കാണുന്നു. ചിലർ വലിയ കഷ്ടങ്ങളിലൂടെ പോകുന്നതും നമ്മൾ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ദൈവം അവരെ വിടുവിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ വിടുവിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ദൈവത്തിന്റെ ഹിതം അങ്ങനെ ആയതുകൊണ്ട്, ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ അവർ മരണത്തിന് പോലും തങ്ങളെ തന്നെ ഏൽപ്പിച്ച് കാത്തിരിക്കുന്നു. അവർ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും മാറിപ്പോകാതിരിക്കുന്നതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വിജയമെന്ന് പറയുന്നത് വേറെ എന്തൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ജയം എന്നുള്ളതിന്റെ എന്താണ് അർത്ഥം? മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞതാ, മറന്നു കാണുമായിരിക്കും. Being at the very nucleus of the will and purpose of God, despite the price we have to pay and the laws we have to endure. നമുക്ക് കൊടുക്കേണ്ട വില വലുതാണെങ്കിലും, നാം നഷ്ടം സഹിച്ചുകൊണ്ടാണെങ്കിലും, ദൈവഹിതത്തിന്റെ ഒത്ത മധ്യസ്ഥാനത്ത് ആയിരിക്കുക എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ വിജയത്തിന്റെ അർത്ഥം. അത് മനസ്സിലായോ? Being at the very center of God's will and purpose, despite what we endure, despite what we lose, what we have to go through in. ഏത് സാഹചര്യത്തിൽ നാം ആയിരിക്കുന്നു, എന്ത് വില നമുക്ക് കൊടുക്കേണ്ടി വരുന്നു, എന്ത് നഷ്ടം സഹിക്കേണ്ടി വരുന്നു, ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് തിരുഹിതത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ തന്നെ ആയിരിക്കുന്ന അവസ്ഥ. എപ്പോഴും നാം അതാണ് നോക്കേണ്ടത്. സ്തോത്രം. ജീവിതത്തിൽ കഷ്ടമാകാം, നഷ്ടമാകാം, രോഗമാകാം, ഒറ്റപ്പെടുത്തലുകളാകാം. പക്ഷേ അതിന്റെ എല്ലാം നടുവിലും നാം ഒറ്റ കാര്യമാണ് നോക്കേണ്ടത്: ദൈവഹിതത്തിലാണോ ഞാൻ ആയിരിക്കുന്നത്? ബസ്.
അത്രമാത്രം. അതാണ് വിജയം. ദൈവഹിതത്തിൽ നിന്നും അകന്ന് ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിക്കുന്നതല്ല വിജയം. സ്തോത്രം. നമ്മുടെ നിർവചനവുമായി, ഡെഫിനേഷനുമായിട്ട് അതിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതെങ്ങനെ തിരിച്ചറിയുന്നത് എങ്ങനെയാ പാസ്റ്റർ? അതിനാണ് നമുക്ക് ദൈവവുമായിട്ട് ഈ കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കേണ്ടത്. ദൈവവുമായിട്ട് നമുക്ക് എന്താണ് പറയുന്നത്, ആശയവിനിമയം നടത്തുന്ന ഒരു ബന്ധം വേണം. അതില്ലാത്തതാണ് നമുക്ക് പ്രശ്നം. നമ്മൾ വല്ലതൊക്കെ ചോദിക്കും, തമ്പുരാനൊന്നും മിണ്ടത്തില്ല. പിന്നെ വരുന്ന വഴിക്ക് അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമെന്ന് മാത്രം. പ്രാർത്ഥിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ്. പിന്നെ നമ്മൾ വെക്കുന്ന ഒരു ക്ലോസ്, കർത്താവേ തിരികിതമാണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കാവേ, അത്രേ നമുക്ക് പറ്റുന്നുള്ളൂ. ദൈവവുമായിട്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കാനും ദൈവത്തിന് നമ്മോട് പറയാനും, ദൈവം പറഞ്ഞാൽ നമ്മൾ കേൾക്കാനും, ദൈവം പറയുന്നത് വരെ കാത്തിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ബന്ധം നമുക്കില്ലാതിരിക്കുന്നു എന്നതിനാലാണ് ഈ പ്രശ്നം നമുക്കുള്ളത്. ഇപ്പം ഓമനസിസ്റ്റിനോട് തന്നെ എന്തെങ്കിലും ഗൗരവമേറിയ ഒരു കാര്യം ചർച്ചിലെ പാസ്റ്റർ തന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ സിസ്റ്റർ പറയും, ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ആശയവിനിമയം നിങ്ങൾ നടത്തും. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടില്, എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ഭവനമാണ്. ആ വീട്ടുകാരുത്തിയോട് ആണ് എനിക്ക് ബന്ധമുള്ളത്. ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തി. ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് അവരെ വിളിക്കാനാണ്. ഞാൻ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്, വേറൊരാളിന്റെ കൂടെ. അപ്പോൾ ആ സഹോദരി എനിക്ക് മെസ്സേജ് തന്നു. ഞാൻ ഭർത്താവിനോട്, അച്ചാച്ചനോട് ചോദിച്ച് അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യാം. ശരി, ഞങ്ങൾ കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നു, മറുപടി വന്നില്ല. ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു, മെസ്സേജ് അയച്ചിട്ടുണ്ട്, അച്ചാച്ചൻ പ്രതികരിച്ചിട്ടില്ല, ഞാൻ കാത്തിരിക്കുകയാണ്. കുറെ കഴിഞ്ഞിട്ട് മറുപടി വന്നു. അവർ രണ്ടുപേരും കൂടെ വരികയും ഞങ്ങൾ കാണുകയൊക്കെ ചെയ്തു. അപ്പം നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ചിലപ്പോൾ ദൈവം ഉടനടി മറുപടി തരും. ഇല്ലെങ്കിൽ ആ ഭാര്യയെ പോലെ ഭർത്താവ് പറയുന്നത് വരെ കാത്തിരിക്കാനും നമുക്ക് സാധിക്കും. ഇവിടെയെല്ലാം നമ്മൾ പരാജയപ്പെടാറുണ്ട്. അങ്ങനത്തെ ഒരു ബന്ധം നമുക്കുണ്ടായാൽ നമുക്ക് ചോദിക്കാം, ദൈവം നമ്മോട് പറയും. 2, ഇനി ദൈവത്തോട് നമ്മൾ ചോദിക്കുകയും ഓരോ സമയത്തും ദൈവശബ്ദം കേൾക്കുകയും ചെയ്യാതെ തന്നെ നമ്മൾ ദൈവഹിതത്തിലാണോ എന്നറിയാൻ നമുക്കുള്ള ഉപാധിയാണ് ദൈവത്തിന്റെ വചനം. കാരണം നമ്മുടെ ജീവിതത്തിലെ ചില വ്യക്തിപരമായ വിഷയങ്ങൾ ഒഴികെ പൊതുവായ എല്ലാ കാര്യങ്ങൾക്കും ദൈവവചനം നമുക്ക് ഉപദേശം തരുന്നുണ്ട്. ആ ഉപദേശത്തിലാണോ, ആ ഉപദേശ സത്യങ്ങളിലാണോ നാം നിലനിൽക്കുന്നതെന്ന് നോക്കിയാൽ മതി. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഈ ഭാഗം തന്നെ, വെളിപ്പാട് 13:10,
എതിർ ക്രിസ്തുവും സംഘവും അവന്റെ വിഗ്രഹത്തെ, അവന്റെ ബിംബത്തെ നമസ്കരിക്കാത്തവരെ, അവന്റെ മുദ്ര ഏൽക്കാത്തവരെ പീഡിപ്പിക്കും. അവർക്ക് ഭക്ഷണമില്ല, താമസിക്കാൻ സൗകര്യമില്ല, വസ്ത്രം കിട്ടുന്നില്ല, കണ്ടാൽ കൊന്നുകളയും, ക്രൂരമായി കൊല്ലും. ഈ ഒരു സാഹചര്യമാണ്. അപ്പം കർത്താവെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അന്നേരം ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ദൈവത്തോട് ചോദിച്ചില്ലെങ്കിലും, ദൈവം നമ്മോട് പറഞ്ഞില്ലെങ്കിലും, തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവത്തിന്റെ ഹിതമുണ്ട്. അത് തിരിച്ചറിയാൻ പ്രയാസമില്ല. അപ്പോൾ നമുക്കറിയാം, ഈ വിഗ്രഹത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് എനിക്കുണ്ടാവുന്ന ക്ലേശം. പക്ഷേ ഞാൻ ദൈവഹിതത്തിന്റെ ഒത്ത നടുക്ക് തന്നെയാണ്. അങ്ങനെ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള തിരുഹിതം നമുക്ക് നന്നായിട്ടറിയാമല്ലോ. അതിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ആകുലപ്പെടേണ്ടതായിട്ട് വരികയില്ല. നാം തിരുഹിതത്തിന്റെ മധ്യസ്ഥാനത്ത് തന്നെയാണെന്ന തിരിച്ചറിവോടെ നമുക്ക് നിൽപ്പാനായിട്ട് കഴിയും. അല്ലാതെയുള്ള ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. അവയിലൊക്കെ നമുക്കൊരു പക്ഷേ അതാത് സമയത്തെ ദൈവഹിതം അറിയേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി വിവാഹം കഴിക്കണോ വേണ്ടയോ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിവാഹം എല്ലാവർക്കും മാന്യമെന്ന നിലയിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് കൊണ്ട് ഒരാൾ വിവാഹം കഴിക്കണോ വേണ്ടായോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ദൈവത്തോട്. അത് ദൈവഹിതമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ അതിന് വ്യക്തിപരമായി ചിലപ്പോൾ ദൈവത്തിൽ നിന്നും ആലോചന ലഭിക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പൗലോസ് പറയുന്നത് പോലെ, 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ, കർത്താവിന്റെ വരവടുത്തിരിക്കുന്നെന്നോ, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയോടെ ജീവിക്കേണ്ടതിന് വേണ്ടി അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കുകയോ ചെയ്യുന്നുവെങ്കിൽ, അത് ദൈവവചന പ്രകാരമുള്ള ഒരു തീരുമാനമാണെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകിച്ച് ചോദിക്കേണ്ടതില്ല. എന്നാൽ വിവാഹമൊക്കെ കഴിഞ്ഞു, എന്നിട്ട് കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ, കർത്താവേ എന്താ ചെയ്യണ്ടേ? പ്രത്യേകിച്ച് ചോദിക്കേണ്ടതില്ല. കാരണം ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള തിരുഹിതമാണ് വിവാഹിതർ വേർപിരിയരുതെന്ന്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ബൈബിളിൽ പൊതുവായി വെളിപ്പെടുത്തിയിട്ടുള്ള തിരുഹിതങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ആലോചനകൾ വേണ്ട. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളും നാം എടുക്കുന്ന തീരുമാനങ്ങളും ദൈവവചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ഹിതങ്ങൾക്കനുസരിച്ചാണോ എന്ന് മാത്രം ശോധന ചെയ്താൽ മതി. അല്ലാതെ ഉള്ളതിന് വ്യക്തിപരമായി ദൈവത്തോട് ചോദിക്കുകയും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിയനിൽ നമ്മോട് ദൈവം സംസാരിക്കത്തക്ക ബന്ധത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്കതറിയാനായിട്ട് പറ്റും. അതിന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. കർത്താവിനോട് നമ്മൾ പറയണം, കർത്താവേ, അങ്ങയുടെ ഹിതത്തിന്റെ മധ്യസ്ഥാനത്ത് തന്നെ ഞാൻ ആയിരിക്കാൻ, അതിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ കൃപ തരണേ. ആ നിലകൾ നമുക്ക് ദൈവത്തോട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്തോത്രം. മറ്റെന്തെങ്കിലും ഇതുവരെ ഉള്ളതിൽ? ശരി.
അപ്പൊ നമ്മൾ കണ്ടത് സഹിഷ്ണുത കൊണ്ട് ആവശ്യം. ആ സഹിഷ്ണുത എന്ന് പറയുന്നത് ആ സാഹചര്യത്തെ സന്തോഷത്തോടെ സഹിച്ച് ഒടുവിൽ അതിൽ ജയാളികളായി ക്രിസ്തുവിനെ പോലെ പുറത്തു വരിക. ആ ജയാളികൾ എന്നത് എപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെയുള്ള വിടുതലുകളാവുകയില്ല. ഒരു തെളിവും കൂടെ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നതാണ്, എങ്കിലും ഒന്നും കൂടെ. പൗലോസ് അപ്പോസ്തലന്റെ ജയിൽവാസം, ഇംപ്രിസൺമെന്റ് ഓഫ് പോൾ. പൗലോസിന്റെ ഒരു ജയിൽവാസമായിരുന്നു അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ ഫിലിപ്പയിൽ വെച്ച്. എത്ര ദിവസം കിടന്നു? ഒരു രാത്രി. ഒരു രാത്രി തന്നെ മുഴുമിച്ചില്ല, അല്ലെ? അർദ്ധരാത്രിയിൽ കാര്യങ്ങളിലേക്കൊക്കെ മാറ്റം വന്നു. അപ്പം ഒരു ദിവസം പോലും, 24 മണിക്കൂർ പോലും, ഒരു മുഴുരാത്രി പോലും ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. അത്ഭുതകരമായിട്ട് വിടുവിക്കപ്പെട്ടു. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കര വിടുതലായി. രണ്ടാമത്തെ ജയിൽവാസം അറസ്റ്റ് ചെയ്തത് യെരുശലേമിൽ, പിന്നെ പലയിടത്തും മാറി 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 ഏറ്റവും ഒടുവിൽ റോമിൽ കൊണ്ടുവന്നു. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, ലാസ്റ്റ് ചാപ്റ്റേഴ്സ്, അവസാന അധ്യായങ്ങളിൽ കാണുന്ന പൗലോസിന്റെ റോമൻ ഇംപ്രിസൺമെന്റ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് റോമൻ ഇംപ്രിസൺമെന്റ്. അത് എത്ര നാള് പൗലോസ് കിടന്നു? Actually, more than 2 years. Yes, more than 2 years. Acts last verse, last chapter, last ഭാഗത്ത് കാണുന്നത് അവൻ കൂലിക്ക് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ 2 വർഷം താമസിച്ചിട്ടുണ്ട്. അപ്പൊ ആ 2 വർഷം ആ വീട്ടിൽ തന്നെ താമസിച്ചെങ്കിൽ ബാക്കിയുള്ള വിസ്താരകാലവും എല്ലാം കൂടെ 2+ years. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ മണിക്കൂറുകൾക്കകം വിടുവിക്കപ്പെട്ട പൗലോസ് അവസാന അധ്യായങ്ങളിലേക്ക് വന്നപ്പോൾ 2 വർഷത്തിലധികം താൻ ജയിൽ വാസം അനുഭവിച്ചു. മൂന്നാമതൊരു ജയിൽവാസം കൂടെ താൻ അനുഭവിച്ചു. ദാറ്റ് മേ ബി ദ സെക്കൻഡ് റോമൻ ഇംപ്രിസൺമെന്റ്. അത് അപ്പോസ്തല പ്രവൃത്തികളിൽ ഇല്ല. അത് നമ്മൾ കാണുന്നത് 2 തിമോത്തിയോസിലാണ്. 2 തിമോത്തി ചാപ്റ്റർ 4, 4-ാം അധ്യായത്തിലാണ്. പക്ഷേ അവിടെ നിന്ന് പൗലോസിന് മോചനം കിട്ടിയില്ല. നമ്മൾ പറയുന്നത് പോലത്തെ മോചനം കിട്ടിയില്ല. മോചനം കിട്ടി, പക്ഷേ ഇറ്റ് വാസ് എ പ്രൊമോഷൻ. കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു. അപ്പൊ ഈ 3 സാഹചര്യങ്ങളിലും പൗലോസ് എവിടെയായിരുന്നു? ദൈവഹിതത്തിന്റെ മധ്യസ്ഥ. അതുകൊണ്ട് പൗലോസിന് അതൊരു പ്രയാസമായിരുന്നില്ല. ഒരു ജയാളിയെ പോലെയല്ലേ താൻ മരിക്കുന്നത് പോലും. സ്തോത്രം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് എത്ര ആത്മാഭിമാനത്തോടും ധൈര്യത്തോടും വിജയപ്രഖ്യാപനത്തോടും കൂടെയാ താൻ ലോകം വിടുന്നത്. മരണമായിരുന്നു. പക്ഷേ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വിശ്വാസം ത്യജിച്ചായിരുന്നെങ്കിൽ പറ്റിയനെ. അത് ചെയ്തില്ല. വിശ്വാസത്യാഗം ഭവിക്കാതെ വിശ്വാസത്തിൽ തന്നെ നിലനിന്ന് മരിച്ചു എന്നുള്ളത് വിജയമായിരുന്നു. സ്തോത്രം. അതാണ് ക്രിസ്തീയ സഹിഷ്ണുത, ക്രിസ്ത്യൻ
endurance, patience, perseverance. സ്തോത്രം. വെറുതെ സഹിക്കുകയല്ല, സന്തോഷത്തോടെ സഹിക്കുക, ആ സാഹചര്യത്തെ അതിജീവിക്കുക. വ്യക്തമാണല്ലോ. രണ്ടാമത്തെ കാര്യം വിശ്വാസം. അവിടെ പറയുന്നു, വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അവിടെ വിശ്വാസം എന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ദൈവത്തിങ്കലുള്ള വിശ്വാസം, ദൈവം ആരാണ് എന്നുള്ള വിശ്വാസം. ആ ഒരു വിശ്വാസമാണല്ലോ ഇവിടെ എതിർ ക്രിസ്തുവിനെ ആരാധിക്കാതെ ഇവരെ മാറ്റി നിർത്തുന്നത്. ദൈവം ആരാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ, ഇവനാണ് ദൈവമെന്ന് വിശ്വസിച്ച് അവനെ ആരാധിക്കാമായിരുന്നു. എന്നാൽ സത്യദൈവം ആരാണെന്നുള്ള വിശ്വാസം ഇവിടെ ഒരു പ്രസക്തമായ കാര്യമാണ്. എബ്രായർ 11:6 നാം അത് വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും അവനെ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ. അപ്പൊ സത്യദൈവം ആരാണ് എന്നുള്ള വിശ്വാസമാണ് ഇവിടെ ഈ വിശുദ്ധന്മാർക്ക് അനിവാര്യമായിരിക്കുന്നത്. എങ്കിൽ മാത്രമേ സത്യദൈവം അല്ലാത്തവയെ ആരാധിക്കാതെ മാറി നിൽക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. സ്തോത്രം. മറ്റൊരു വിശ്വാസം, സത്യദൈവം ആരെന്നുള്ള വിശ്വാസത്തോടൊപ്പം തന്നെ ഇവരെ ഇതെല്ലാം സഹിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ മറ്റൊരു ഘടകവും കൂടെ ഉണ്ടല്ലോ. അത് പ്രത്യാശയുടെ ഘടകമാണ്. ഈ സമയമാകുമ്പോഴേക്കും ഇവർക്ക് ഒരു ഉത്തമ ബോധ്യമുണ്ട് ഈ പീഡകളുടെ ദൈർഘ്യം എത്രയാണെന്നുള്ളത്. ഈ പീഡകളുടെ ദൈർഘ്യത്തെക്കുറിച്ച് മാത്രമല്ല, ഈ പീഡകളുടെ ദൈർഘ്യത്തിനപ്പുറം എന്താണെന്നും ഉള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. സ്തോത്രം. അതാണ് ഞാൻ വിശ്വാസത്തിന്റെ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. മനസ്സിലായി കാണുമല്ലോ രണ്ടും. സത്യദൈവം ആരാണെന്നും ഈ പീഡകൾക്കപ്പുറം എന്താണെന്നും. നമ്മൾ മുമ്പേ വായിച്ച എബ്രായർ 12:2 തന്നെ ഉത്തമ ഉദാഹരണം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്. അപ്പോൾ യേശു ക്രൂശിന്റെ കഷ്ടത സഹിച്ചതും അപമാനം അലക്ഷ്യമാക്കിയതും എന്തുകൊണ്ടായിരുന്നു? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷത്തെക്കുറിച്ച് ബോധ്യമുള്ളത്. പൗലോസ് കഷ്ടതകൾ സഹിച്ചത് എന്തുകൊണ്ടായിരുന്നു? 2 കൊരിന്ത്യർ 3:18, 4:16 മുതലുള്ള വാക്യങ്ങൾ ഒക്കെ നമുക്ക് മനഃപ്പാഠമാണ്. അവിടെ എന്താ പറയുന്നത്? നൊടി നേരത്തേക്കുള്ള കഷ്ടം അത്യന്തം അനവധിയായി നിത്യതേജസ്സിന്റെ ഘനം പ്രാപിപ്പാൻ. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് ഈ കഷ്ടങ്ങളൊക്കെ സഹിക്കുമ്പോഴും അതിനും അപ്പുറത്തുള്ള ഒരു കാര്യത്തെപ്പറ്റി പൗലോസിന് ബോധ്യം, കൺവിക്ഷൻ ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ അതാണ് വിശ്വാസം എന്ന് പറഞ്ഞത്. കൂടാതെ
ഇവിടെ കൊടുത്തിരിക്കുന്ന വിശ്വാസം എന്നതിന് കൊടുത്തിരിക്കുന്ന മൂലവാക്ക് പിസ്റ്റിസ് എന്നൊരു പദമാണ്. PISTIS, പിസ്റ്റിസ്. ആ പിസ്റ്റിസ് എന്ന വാക്കിനെയാണ്, മൂലപദത്തെയാണ് വിശ്വാസം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ആ പിസ്റ്റിസിന്റെ ശരിയായ അർത്ഥം ഫെയ്ത്ത്ഫുൾനെസ്, ടു ബി ഫെയ്ത്ത്ഫുൾ എന്നാണ്, വിശ്വസ്തരായിരിക്കുക എന്നാണ്. വിശ്വസ്തരായിരിക്കുക എന്നാണ്, വിശ്വസ്തത. അപ്പോൾ വിശ്വാസം എന്നതിനെ നമ്മൾ വിശ്വസ്തത എന്ന് മനസ്സിലാക്കണം. എന്തിനോട് ഉള്ള വിശ്വസ്തത? ആരോടുള്ള വിശ്വസ്തത? ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ. സത്യദൈവം ആരാണ് എന്ന തിരിച്ചറിവ്, ആ വിശ്വാസത്തോട്, ആ തിരിച്ചറിവിനോട് വിശ്വസ്തത പുലർത്തുക. ദൈവത്തോടുള്ള ഒരുവന്റെ ഉടമ്പടി, ദൈവം നമ്മോട് തരുന്ന കൽപ്പനകൾ, ഇവയോടെല്ലാം തന്നെ നാം എന്ത് ചെയ്യണം? വിശ്വസ്തത പുലർത്തണം. നമ്മൾ ദൈവത്തോട് പറഞ്ഞ ഇറങ്ങിത്തിരിച്ചത് ഓരോ മനുഷ്യനും, അത് മഹാപീഡന കാലത്തെ വിശുദ്ധന്മാരായാലും ഇപ്പോഴത്തെ വിശുദ്ധന്മാരായാലും, കർത്താവേ എന്ത് സംഭവിച്ചാലും മരണം കൊണ്ടല്ലാതെ ഞാൻ ഇതിൽ നിന്നും മാറില്ല, മരണത്താൽ പോലും ഞാൻ മാറില്ല. സ്തോത്രം. കല്യാണം കഴിക്കുമ്പോൾ പറയും മരണം കൊണ്ട് നമ്മൾ തമ്മിലങ്ങ് വേർപെടും. ശരിയാ, മരണം വരെ എന്ന നിലയിലാണ് വിവാഹ ബന്ധം. എന്നാൽ കർത്താവുമായിട്ടുള്ള ബന്ധമോ? മരണം കൊണ്ടും. സ്തോത്രം. നിത്യമാം സ്നേഹത്തിനാഴം ഉയരവും എന്ന പാട്ടിന്റെ അവസാന സ്റ്റാൻസയാണെന്ന് എന്റെ ഓർമ്മ. എന്താ? മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗാകാലം വരെ. സ്തോത്രം. മരണത്താൽ പിരിയാത്ത ഒരു മഹൽ സ്നേഹബന്ധമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തവരാ. കർത്താവെ, മരണത്താൽ പോലും അങ്ങയിൽ നിന്നും ഞാൻ വേർപെടില്ല, മരണത്തിനു പോലും എന്നെ അങ്ങയിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. റോമൻസ് 8:35 പൗലോസ് കൊടുക്കുന്ന വെല്ലുവിളികളാണ്. ഈവൻ നോ ക്രിയേഷൻ ക്യാൻ സെപ്പറേറ്റ് us from the love of God. Not even death. മരണം കൊണ്ടുപോലും കഴിയില്ല. ആ ഉടമ്പടിയോട് നമ്മൾ വിശ്വസ്തത പുലർത്തുക. Be faithful, be pistis, even to that covenant we have made with God. സ്തോത്രം. കർത്താവിന്റെ കൽപ്പനയും അത് തന്നെയാണ്. സ്തോത്രം. മരണത്തെ പോലും ഭയപ്പെടാതെ കർത്താവിനെ അനുഗമിക്കുവാൻ. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തരായിരിക്കുക, ദൈവം നമുക്ക് തന്ന കൽപ്പനകളിൽ വിശ്വസ്തരായിരിക്കുക. സ്തോത്രം. ദൈവം ആരാണെന്ന് നമുക്കുള്ള തിരിച്ചറിവിൽ ആ വിശ്വാസത്തോടും വിശ്വസ്തത പുലർത്തുക. നമുക്ക് എന്ത് ലഭിക്കും, ഇതിന് ശേഷം എന്ത് എന്ന ബോധ്യത്തോടും നമ്മൾ വിശ്വസ്തത പുലർത്തുക. സ്തോത്രം. So be faithful to the promise or the covenant we make with God. Then to the commandments God gave us. Third, be faithful to the faith we have in God, who is the true God, who is to really be worshipped. And fourth, in our faith of that hope what we will
gain afterwards. Sometimes we know, but we are not faithful to those rewards we are promised with. But we be faithful even to receive those rewards. If your faith, your hope is true, be faithful to that hope. അതാണ് നാം ഇവിടെ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിനോടുള്ള, ദൈവത്തോടുള്ള ആ ഭക്തി, സ്തോത്രം, അതിൽ നാം ഉറച്ചു നിൽക്കുക. ഇക്കാലത്തായാലും മഹാപീഡനകാലത്തെ വിശുദ്ധന്മാർ അക്കാലത്തായാലും, സ്തോത്രം, അതിന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവികമായ കൽപ്പനകളുണ്ട്. യേശു കർത്താവ് നമ്മോട് പറഞ്ഞതാണ്. മത്തായി 26:52 ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. മാത്യു 26:52. യേശു അവനോട്, വാൾ ഉറയിൽ ഇടുക, വാൾ എടുക്കുന്നവർ ഒക്കെയും വാളാൽ നശിച്ചു പോകും. ഇവിടെ നാം 10ാമത്തെ വാക്യത്തിൽ കണ്ടല്ലോ, വാൾ 13 വെളിപ്പാട് 13:10 നമ്മൾ കണ്ടു. ഈ വാക്യത്തിന്റെ ഉദ്ധരണിയായി നമുക്കതിനെ മനസ്സിലാക്കാം. യേശു കർത്താവ് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞതാ, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. അപ്പൊ ഇവിടെ വെളിപ്പാട് 13:10 നാം അതാണ് കാണുന്നത്. എന്താണ്? വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ കൊല്ലപ്പെടും. അതുകൊണ്ട് എതിർ ക്രിസ്തുവിനോട് എതിർത്ത് നിന്ന് ആയുധമൊന്നും എടുക്കാൻ നീ പോകണ്ട ഭക്തനെ എന്നാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. അതുപോലെ ജെറമായ 5:2, യെരമ്യ 5:2. യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ട് അത്രേ സത്യം ചെയ്യുന്നത്. കപടമായിട്ട് ഒന്നും ചെയ്യാതെ വിശ്വസ്തത പുലർത്തുക. സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവൻ കർത്താവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. ജീവൻ വെടിയാൻ പോലും തയ്യാറാണ്, ജീവൻ കളയാൻ പോലും തയ്യാറാണ്. വേറൊരു മാർഗമില്ല. ക്രിസ്തു മാർഗത്തിൽ കർത്താവ് അത് അനുവദിക്കുന്നു, ഈ ത്യാഗത്തിന്റെ വഴി. അപ്പം നമ്മുടെ സ്വാമിയോട്, യജമാനനോടുള്ള ഭക്തി നിമിത്തം ജീവൻ പോലും വെടിയേണ്ടി വന്നാലും ദൈവത്തോട്, നമ്മുടെ യജമാനനോട് വിശ്വസ്തത പുലർത്തി നിൽക്കുക. സ്തോത്രം. യോഹന്നാനെ പോലെ, യേശുവിന്റെ ശിഷ്യനായ യോഹന്നാനെ പോലെ ക്രൂശിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടാൻ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ ശിഷ്യന്മാർ എല്ലാവരും യേശുവിനെ വിട്ടുപോയി. അവരുടെ വിശ്വസ്തത എവിടെ പോയി? എന്നാൽ യോഹന്നാനോ ക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്ന് നിന്നു. ഇതുപോലെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും കർത്താവിനെ വിട്ടുപോകാതെ ക്രൂശിനോട് പറ്റി നിൽപ്പാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. അതാണ് 10ാം വാക്യത്തിന്റെ അർത്ഥം. അത് നമ്മോടുള്ള ബന്ധത്തിലും ഇന്നും സ്വീകാര്യമായ കാര്യം തന്നെ. സ്തോത്രം. സഹിഷ്ണുതയും വിശ്വാസം അഥവാ വിശ്വസ്തതയും ഉള്ളവരായിരിക്കണമെന്നും ആയുധമെടുത്ത് പകരം ചെയ്യാതെ, സ്തോത്രം, നാം നിലനിൽക്കണമെന്നുമുള്ളത് അന്നത്തേക്ക് മാത്രമുള്ളതല്ല, ഇന്നത്തേക്കുമുള്ള ദൈവിക നിയമമാണ്. അതുകൊണ്ട് അതിൽ നിലനിൽക്കുവാനും സത്യദൈവത്തെ
എന്ത് വില കൊടുത്തും സേവിച്ച് വിശ്വസ്തത പുലർത്തുവാനും നിത്യജീവന്റെ പങ്കാളികളായി തീരുവാനും ഇക്കാലത്തും നമുക്കും ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.